റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. തളിപ്പറമ്പ് വഖഫ് ഭൂമി തർക്കത്തിൽ സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റിനെ തിരുത്തി ലീഗ് നേതൃത്വം. വഖഫ് ഭൂമിയല്ലെന്ന ഹർജിയിലെ ഭാഗം പിൻവലിക്കും. സംഭവിച്ചത് സാങ്കേതിക പിഴവെന്നാണ് ന്യായീകരണം. അഭിഭാഷകർക്ക് പറ്റിയ പിശകാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഭൂമി ഇസ് നോട്ട് എ വഖഫ് എന്ന പേരിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ വിവാദങ്ങളൊക്കെ തുടങ്ങിയത്. 14-ാം തീയതി അതിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കുകയും അതിൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആ ചെറിയ ഒരു പിശക് അടിയന്തരമായും തിരുത്തണം എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ച് തിരുത്തൽ ഹർജി സമർപ്പിക്കാൻ അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ. ഇതൊരു ചെറിയ തെറ്റെന്ന് പറയാൻ കഴിയില്ല, ചെറിയ പിഴവെന്ന് പറയാൻ കഴിയില്ല, സാങ്കേതികമെന്നും പറയാൻ കഴിയില്ല. വഖഫ് ഭൂമി അല്ല എന്ന ഒരു ഹർജിയിൽ അഭിഭാഷകർ ചേർക്കുമ്പോൾ അതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അത് ചേർക്കുക. ഇവിടെ മാനേജ്മെന്റിനെ ലീഗ് നേതൃത്വം തിരുത്തുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അർജുൻ? ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? സുജിയ, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള ന്യായീകരണം മാത്രമാണ്. ഇത് ചെറിയ കളിയല്ല എന്ന് മനസ്സിലാക്കിയതുകൂടിയാണ് ഇത്തരമൊരു തിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ലീഗ് നേതൃത്വത്തെ, അത് സംസ്ഥാന നേതൃത്വം മുതൽ താഴോട്ട് പ്രാദേശിക നേതൃത്വം വരെയുള്ള വിവിധ നേതാക്കൾ, വിവിധ ഘടകങ്ങളെല്ലാം തന്നെ വലിയ പ്രതിരോധത്തിലായിരുന്നു. ഒന്നാമത് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ നടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദമുണ്ടാകുന്നത്. ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ അതിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഹർജിയിൽ പ്രധാനമായും വാദമായി ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം, അതായത് രണ്ടിടത്ത് രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോഴാണ് ലീഗ് നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ഹർജിയിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, അത് സാങ്കേതികമായിട്ടുള്ള ന്യായീകരണം മാത്രമാണ്. ഒരു കാരണവശാലും ഇത്രയും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവ സ്വഭാവമുള്ള ഒരു റിട്ട് ഹർജിയിൽ ഇത്തരം ഭാഗങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഒരു അഭിഭാഷകന് സംഭവിച്ചിട്ടുള്ള തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാലും ലീഗിൻ്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ ഭാഗം തിരുത്തി, ഇറ്റ് ഈസ് നോട്ട് എ വഖഫ് എന്ന ഹർജിയിൽ പറഞ്ഞിട്ടുള്ള ഭാഗം തിരുത്തി ഒരു ഹർജി കോടതിയിൽ നൽകുന്നതിൽ, ഒരു തിരുത്തൽ ഹർജി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ വഖഫിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉൾപ്പെടെ വലിയ സംരക്ഷണ റാലി ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് തളിപ്പറമ്പിൽ അതേ വിഷയത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ നേരെ എതിർ വാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വഖഫിൻ്റെ ഭൂമി ഒരു കോളേജ് മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ലീഗ് ഭാരവാഹികളാണ്, അവർ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്ത വന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടി വിയാണ്. റിപ്പോർട്ടർ ടി വിയുടെ കോഴിക്കോട് റീജിയണൽ ചീഫായിട്ടുള്ള VS രഞ്ജിത്തിൻ്റെ വാർത്തയാണ്. ആ വാർത്ത ഒരു ഇടപെടലായി മാറുന്നു. വഖഫിൻ്റെ ഭൂമി ആണ് എന്ന് അവർ ഈ അബ്ദുൽ കരീം ചേലേരി തന്നെ, ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ്. താങ്ക് യു അർജുൻ കല്യാൺ. നമുക്കൊന്ന് രഞ്ജിത്തിലേക്ക് കൂടി പോകണം.